നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 159ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാനസിക സൗന്ദര്യത്തെപ്പറ്റി, ഇന്നർ ബ്യൂട്ടി. അത് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഫിസിക്കൽ ബ്യൂട്ടിയാണോ മെൻ്റൽ, അതായത് ഇന്നർ ബ്യൂട്ടിയാണോ ഏറ്റവും നല്ലതെന്ന് ഒരു എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ ഇന്നർ ബ്യൂട്ടി തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞെങ്കിലും ആ ഇന്നർ ബ്യൂട്ടിക്ക് കുറേ കൂടെ വിശാലമായ അർത്ഥമുള്ളതുകൊണ്ട് അതിൽ മാത്രമായിട്ട് ഒരു എപ്പിസോഡ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നർ ബ്യൂട്ടി, ടൈറ്റിൽ ഇതാ: ഇന്നർ ബ്യൂട്ടി, ദ മോസ്റ്റ് ബ്യൂട്ടി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മാനസിക സൗന്ദര്യം, അതായത് ആത്മാവിൻ്റെ സൗന്ദര്യമാണെന്നാണ് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം നിലകൊള്ളുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണെന്നാണ് പുരാണങ്ങളും എല്ലാം പറയുന്നത്. അതായത് ഓരോരുത്തരും ജനിച്ചു വീഴുമ്പോഴും എല്ലാവരും മാനസികമായിട്ട് സൗന്ദര്യമുള്ളവർ തന്നെയാണ്. പിന്നീട് സാഹചര്യവും മറ്റുള്ളവരുടെ പ്രേരണയും പിന്നെ നമ്മുടെ തന്നെ അപസഞ്ചാരങ്ങളുമാണ് നമ്മുടെ മാനസിക സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നതും അതിനെ വികൃതമാക്കുന്നതും എന്നാണ് പുരാണങ്ങളും മറ്റ് വിദഗ്ധ അഭിപ്രായങ്ങളും ഒക്കെ അത് തന്നെയാണ്. പിന്നെ പരിശുദ്ധ ബൈബിൾ വചനമനുസരിച്ച് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ പുറംമോടിയിലല്ല, അതായത് നിങ്ങളുടെ ആഭരണങ്ങൾ അണിഞ്ഞതോ അഥവാ വിലപിടിപ്പുള്ള വസ്ത്രധാരണത്തിലോ നിങ്ങളുടെ കാർകൂന്തലിൻ്റെ ഭംഗിയോ അല്ല. അതെല്ലാം മാഞ്ഞു പോകുന്ന സൗന്ദര്യമാണ്. എന്നാൽ ഒരിക്കലും മറയാത്ത സൗന്ദര്യം എന്ന് പറയുന്നത് മാന്യവും ശാന്തവുമായ നിങ്ങളുടെ ആത്മാവിൻ്റെ സൗന്ദര്യമാണെന്നാണ് ബൈബിളിൽ പറയുന്നത്, യേശുക്രിസ്തു പറയുന്നത്. പിന്നെ അതാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിലപിടിപ്പുള്ളതും ഒരിക്കലും നശിക്കാത്തതുമാണ് നമ്മുടെ മാനസിക സൗന്ദര്യം. പിന്നെ ബൈബിൾ തുടർന്നും പറയുന്നു, ബാഹ്യ സൗന്ദര്യം വഞ്ചിക്കുന്നതാണ്. ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നതായിരിക്കത്തില്ല, പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ആ സൗന്ദര്യം എല്ലാം അങ്ങ് പോവും, അത് നശിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാഹ്യ സൗന്ദര്യം നിഷ്പ്രഭമാണ്. അത് എപ്പോഴും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നലാണ്, പക്ഷേ പലപ്പോഴും നമ്മുടെ മൂഡനുസരിച്ച് ആ സൗന്ദര്യത്തിന് വ്യത്യാസം വരും. പിന്നെ ദൈവത്തിനെ ഭയക്കുന്ന ഒരു സ്ത്രീയാണ് എപ്പോഴും നമ്മൾ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും വേണ്ടതെന്ന് ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിന് സൗന്ദര്യമല്ല ഇവിടെ നോക്കേണ്ടത്, അവരുടെ ബാഹ്യ സൗന്ദര്യത്തിലല്ല കാര്യം. അവർക്ക് ഈ ദൈവികമായിട്ടുള്ളൊരു ഭയം, അതായത് ഈ ദൈവത്തിനെ ഭയക്കുന്ന സ്ത്രീയാണെങ്കിൽ അവരാണ് ഏറ്റവും സുന്ദരി, അവരുടെ ബാഹ്യ സൗന്ദര്യത്തിലല്ല കാര്യങ്ങൾ. പിന്നെ പരിശുദ്ധ ഖുർആനും ഇതേ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളുടെ ദൈവഭയമാണ് എന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കാരണങ്ങൾ പ്രധാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു പറയുന്നത് എൻ്റെ പുറമേയുള്ള സൗന്ദര്യമല്ല, ആന്തരികമായ സൗന്ദര്യം ആണ് എനിക്കിഷ്ടം എന്ന് അല്ലാഹു പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല സത്യസന്ധമായ ഒരു മനസ്സിലാണ് ദൈവം കുടികൊള്ളുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സത്യസന്ധമായ ഒരു മനസ്സിൽ മാത്രമേ ദൈവത്തിന് കുടികൊള്ളാൻ പറ്റൂ. ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ മനസ്സിന് ആ സൗന്ദര്യവും ഉണ്ടാകത്തുള്ളൂ. ഇനി ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഉപനിഷത്തുകൾ പറയുന്നത് ശരിയായ ആത്മീയ സൗന്ദര്യം ഒരിക്കലും നശിക്കത്തില്ലെന്നാണ്. നിങ്ങളുടെ പൂർവ്വജന്മങ്ങളാണ് നിങ്ങളുടെ ഈ ജന്മത്തെ നിങ്ങൾ സുന്ദരനാണോ എന്ന് തീരുമാനിക്കുന്നതെന്നും അതിൽ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആത്മീയ പ്രവൃത്തികൾ ഉയർന്ന നിലവാരത്തിലുള്ളതാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ശ്രീ പരമേശ്വരനെ ധ്യാനിക്കുക, ആ ശ്രീ പരമേശ്വരനാകി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മാനസികമായിട്ടുള്ള ശരിക്കുള്ള ആത്മീയ സൗന്ദര്യം കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നത് എല്ലാ മനുഷ്യരുടെ ശരീരത്തിന് ചുറ്റും ഒരു ഓറ എന്ന് പറഞ്ഞൊരു ഒരു കാന്തിക വലയമുണ്ട്. ഓറ എന്നാണ് പറയുന്നത്. അതിപ്പം കുറേ കാലമായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചത്. ആ ഓറ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു കാന്തിക വലയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കാന്തിക വലയം മറ്റുള്ള നമ്മൾ ആരെ കാണുന്നു അവരുടെ കാന്തിക വലയവുമായിട്ട് ഒരു ചേർച്ച വന്നാലേ, ഒരുപോലെ ആയാൽ മാത്രമേ നമുക്ക് അവരെ സൗന്ദര്യമുള്ളതായിട്ട് തോന്നത്തുള്ളൂ എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള ആ ഓറ എന്ന് പറയുന്ന ആ ഒരു വലയം, കാന്തിക വലയവും നമ്മളൊരാളെ നോക്കുമ്പോൾ അയാൾക്കും ഉണ്ടല്ലോ ഒരു കാന്തിക വലയം, അതും നമ്മുടെ കാന്തിക വലയമായിട്ട് ഏതാണ്ട് ഒരേപോലെയുള്ള ഫ്രീക്വൻസി എന്നതിന് പറയുന്നത് തരംഗം, ആ തരംഗ ദൈർഘ്യം അത് ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരിൽ സൗന്ദര്യം കാണാൻ പറ്റത്തുള്ളൂ എന്നാണ് ആധുനിക ശാസ്ത്രം വരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ആധുനിക മനഃശാസ്ത്രം പറഞ്ഞത് ഇങ്ങനെയല്ല, നമ്മുടെ വിചാരം സൗന്ദര്യമുള്ളൊരു ശരീരമാണ് ഏറ്റവും നല്ല സന്തോഷ ജീവിതത്തിന് വേണ്ടുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. എന്നാൽ അത് വെറും അബദ്ധധാരണയാണ്. മാനസികമായി കരുണ, വിനയം, മറ്റുള്ളവരെ ബഹുമാനിക്കൽ, മറ്റുള്ളവരുടെ അഭിപ്രായം മാനിക്കൽ, ഇവ മാത്രമേ നമ്മോട് മറ്റുള്ളവർക്ക് അടുക്കാൻ താല്പര്യമുണ്ടാകൂ. അല്ലാതെ നമ്മുടെ സൗന്ദര്യം കൊണ്ടുകൊണ്ടൊന്നും ആരും അടുക്കത്തില്ല നമ്മളോട്. പിന്നെ അമേരിക്കയുടെ സ്ഥാപകനും ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ മഹാനായ
ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യം വലിയ ശക്തിയോ വലിയ ധനമോ ജീവിതത്തിൽ ശരിയായിട്ടുള്ള മനസ്സിൻ്റെ ശക്തിയെ കീഴടക്കാൻ കഴിയത്തില്ല എന്നാണ്. അതായത് മനസ്സിൻ്റെ സൗന്ദര്യത്തെക്കാൾ താഴെയാണ് ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച മറ്റെല്ലാ കാര്യങ്ങളും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലെ സൗന്ദര്യത്തെ നിങ്ങളുടെ സൗന്ദര്യ ചിന്തകളാണ് മറച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മുടെ ചിന്തകളുണ്ടല്ലോ, ഈ സൗന്ദര്യം ഇങ്ങനെ ഇരിക്കണം, സൗന്ദര്യം അങ്ങനെ ഇരിക്കണം. ആ ചിന്തകളാണ് നമ്മളെ മറ്റൊരാളുടെ സൗന്ദര്യത്തെ അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും സൗന്ദര്യമുള്ളതായിട്ട് തോന്നും. നിങ്ങളുടെ മനസ്സിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ ആ തോന്നലുകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുനർജന്മം എടുക്കാതെ തന്നെ ഭഗവാനിൽ ലയിക്കാൻ പറ്റുമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അതായത് നമ്മൾ എല്ലാവരിലും ഒരേപോലുള്ള സൗന്ദര്യം കാണുകയും അങ്ങനെ ഭഗവാനിലേക്ക് നമ്മൾ ലയിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്തുകയും ചെയ്താൽ നമുക്ക് ആ മാനസികമായിട്ടുള്ളൊരു ഉയർച്ച വന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനിൽ ലയിക്കാനും പുനർജന്മമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് പോകാനും പറ്റത്തുള്ളൂ എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.